വൺസ് അഗെയിൻ എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ഫ്രം അതർ സോഴ്സിലെ പ്രോബ്ലം സോൾവിങ് സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് ജനറൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ്: ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, കൊമേഴ്സ്യൽ സെക്യൂരിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ രണ്ടെണ്ണം ഉണ്ട്, ടാക്സ് ഫ്രീ അതുപോലെ തന്നെ ലെസ് ടാക്സ്. ഈ ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോൾ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ലെസ് ടാക്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ടാക്സബിൾ തന്നെയാണ്, പക്ഷേ അതിന് TDS ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സെക്യൂരിറ്റീസിൽ ടാക്സ് ഫ്രീ ഉണ്ട്, ലെസ് ടാക്സ് ഉണ്ട്. അതിൽ ടാക്സ് ഫ്രീ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കമ്പനിയാണ്. നമ്മൾ അടയ്ക്കുന്നില്ല, കമ്പനി അടയ്ക്കും. നമ്മൾ എന്ത് ചെയ്യണം? അത് ഗ്രോസപ്പ് ചെയ്യണം. ലെസ് ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ സെക്യൂരിറ്റീസ് തന്നെയാണ്. അത് രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്കെന്താണ് തന്നതെങ്കിൽ ഗ്രോസപ്പ് ചെയ്യണം. അതല്ല പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നതെങ്കിൽ അത് ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ TDSൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സെക്യൂരിറ്റീസിനും 10%, ലിസ്റ്റഡ് ആയാലും നോട്ട് ലിസ്റ്റഡ് ആയാലും. ക്യാഷ്വൽ ഇൻകത്തിനൊക്കെ 30%. ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ലോട്ടറി, കാർഡ് ഗെയിം, ബെറ്റിങ്, ഗാംബ്ലിങ്, ക്രോസ് വേർഡ് പസിൽ ഇതൊക്കെയാണെങ്കിൽ 10,000 രൂപ വരെ ആണെങ്കിൽ അതിന് TDS ഇല്ല. ആ എമൗണ്ട് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഹോഴ്സ് റേസിൻ്റെ കേസിലാണെങ്കിൽ 5,000 വരെ TDS പിടിക്കില്ല. ഓക്കെ, അപ്പോൾ 5,000ൻ്റെ മുകളിലാണ് കിട്ടിയത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗ്രോസപ്പ് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, അതുകൂടി ഒന്ന് ഓർമ്മിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ P എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നിന്ന് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റുകളാണ് ഈ 7%, 8%, 9% എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ നമുക്ക് വളരെ സുഖമാണ്, കാരണം ഇതിൻ്റെ ആ പെർസെൻറ്റേജ് മാത്രം ഇങ്ങനെ കണ്ടുപോയാൽ മതി. ഓക്കെ, നോക്കാം നമുക്ക്. 7% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 25,000ൻ്റെ 7% എടുക്കുക. അതുപോലെ ആഗ്ര മുനിസിപ്പൽ ബോണ്ട് 15,000, അതിൻ്റെ 8% എടുക്കുക. ബോംബെ പോർട്ട് ട്രസ്റ്റ് ബോണ്ട് 20,000 ആണ്, അതിൻ്റെ 9% എടുക്കുക. ദെൻ 18,000 ഗവൺമെൻറ് ബോണ്ടാണ്, അതിന് 7% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതെടുക്കാം. ദെൻ 6% സെക്യൂരിറ്റീസ് ഓഫ് എ ഫോറിൻ ഗവൺമെൻറ് 15,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് 6% ആണ്, അത് അതേപോലെ എടുക്കുക. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ഇത് പോയിൻ്റ് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. ഇത് എക്സംപ്റ്റ് ആണ്. സുകന്യ സമൃദ്ധി, ഇത് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സോ ഹി പെയ്ഡ് 60 ആസ് കമ്മീഷൻ ഫോർ കളക്ടിങ് ദി ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആൻഡ് 1,200 ആസ് ഇൻട്രസ്റ്റ് ഓൺ ദി ലോൺ വിച്ച് ഹി ഹാഡ് ടേക്കൺ ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസിങ് ദി ബോംബെ ട്രസ്റ്റ്. അപ്പോൾ ഈ ബോംബെ ട്രസ്റ്റ് ഈ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 1,200 രൂപ ചിലവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 60 റുപ്പീസ് കളക്ഷൻ ചാർജും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയ പണമാണ്. അതൊക്കെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കണക്കൊന്ന് ചെയ്യാൻ നോക്കുക? ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഫസ്റ്റ് തന്നെ എന്താണ്? 7% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 1,750 ആണ് അവിടെ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് 1,750 കിട്ടിയത്? ഇതാ 7% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇവിടെ 25,000 ഉണ്ട്. ഈ 25,000ൻ്റെ 7%. ഓക്കെ, അപ്പോൾ 25,000 ഇൻറ്റു 7/100. ഓക്കെ, ഇങ്ങനെയാണ് ഏത് എമൗണ്ട് കിട്ടുന്നത്? നമ്മളെ ഈ ഒരു 1,750 കിട്ടുന്നത്. പിന്നെ 8% ആഗ്ര മുനിസിപ്പൽ ബോണ്ട്, ഇതും ഇതേപോലെ തന്നെ എടുത്തതാണ് 1,200.
അതുപോലെ 9% ബോംബെ പോർട്ട് ട്രസ്റ്റ് ഇതാ, പിന്നെ 7% ഗവൺമെൻറ് ബോണ്ട്, 6% സെക്യൂരിറ്റീസ് ഫോർ ഫോറിൻ ഗവൺമെൻറ്. ഇതെല്ലാം സമാനമായ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സുകന്യ സമൃദ്ധിക്ക് എന്തില്ല, എടുക്കേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് ആണ്. സോ ടോട്ടൽ 6910. അതിൽ നിന്ന് നമുക്ക് കളക്ഷൻ ചാർജ് ഒരു 60, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒരു 1200. അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 5650 ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഈ രീതിയിലാണ് കണക്ക് തന്നതെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പെർസെൻറ്റേജ് അതേപോലെ കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, എടുത്തെഴുതിയാൽ മതി. അതിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണക്കിലേക്ക് പോകാം. ആശ ആനന്ദ്, എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ, received in cash the following income as interest on securities during the previous year ending 31st March 2020. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ആശ ആനന്ദ് എന്ന് പറയുന്നത് അവർ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്. അവർ ഈ താഴെ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് റിസീവ് ചെയ്യുന്നുണ്ട്, ക്യാഷായിട്ട് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ടൊക്കെ അവർ സ്വീകരിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില റിസിപ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ചിലത് നമുക്ക് ഗ്രോസപ്പ് ചെയ്യേണ്ടി വരും, ചിലത് നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഏതെല്ലാമാണ്, ഏത് രീതിയിലാണ് നമ്മൾ ഗ്രോസപ്പ് ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ഒരു കണക്കിൽ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, 8,000 ആസ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 8000 രൂപ. ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് TDS പിടിക്കില്ല, നോ TDS. അതുകൊണ്ട് ഈ എമൗണ്ട് അതുപോലെ ഔട്ടർ കോളത്തിലേക്ക് കാണിച്ചാൽ മതി. 2, 7,200 ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ദി ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചറിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 7200. ഇതിനെ ഗ്രോസപ്പ് ചെയ്യണം. എത്രയാണ് ഗ്രോസപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുക? അപ്പോൾ ഗ്രോസപ്പ് ചെയ്യുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ ഗ്രോസപ്പിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഗ്രോസപ്പ് ചെയ്യുന്നതിൻ്റെ ഫോർമുല നെറ്റ് എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS എന്നാണ്. ഇവിടെ നെറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട് 7200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS. ഇതിൽ TDS എത്രയാണ്? ക്യാഷ്വൽ ഇൻകത്തിന് 30%, എല്ലാ സെക്യൂരിറ്റീസിനും 10% നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ ഇവിടെ TDS എത്രയാണ്? 10%, 10%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 മൈനസ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 90 വരിക. സോ നമുക്ക് ഇതിൻ്റെ ഫോർമുല എങ്ങനെ മാറ്റാം? നെറ്റ് എമൗണ്ട് 7200 അല്ലേ, പിന്നെ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 കിട്ടാൽ മതി. ഇതിൻ്റെ ആൻസർ എത്രയാണോ അതായിരിക്കും നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് 7,200 ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് മഹൂട്ട് ലിമിറ്റഡ് നോട്ട് ലിസ്റ്റഡ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലിസ്റ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നമ്മളെ സംബന്ധിച്ച് ഗ്രോസപ്പ് ചെയ്യുമ്പോൾ 10% തന്നെയാണ് TDS. നേരത്തെ പറഞ്ഞതേപോലെ തന്നെ സമാനമായ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് 7,200 ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് മെർക്കുറി പെയിൻറ്റ്സ് ലിമിറ്റഡ് ലിസ്റ്റഡ് ഓൺ ഡൽഹി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസാണ് എങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കെന്താണ് മുൻപ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. 10% TDS. Then finally 7,200 as interest on tax-free debentures on Gunjan Electrical Limited not listed on any stock exchange. ഇതും സമാനമായ രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഡിറ്റർമിൻ ദി ഇൻകം അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം? ഓക്കെ, ഒരു ഹെഡിങ് ഒക്കെ നമ്മൾ കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കണ്ടോ, TDS ഇല്ല, അതുകൊണ്ട് ആ എമൗണ്ട് അതേപോലെ എഴുതി. ഡിബഞ്ചേഴ്സ് ഓഫ് ലോക്കൽ അതോറിറ്റി
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 7200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90. അപ്പോൾ എത്ര കിട്ടും? 8000 കിട്ടും. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഓഫ് മഹൂദ് ലിമിറ്റഡ് നോട്ട് ലിസ്റ്റഡ് ആണ്. സെയിം TDS ആണ് വരിക. 10% TDS കഴിച്ചാൽ ബാക്കി 90 ഉണ്ടാവുക. അതാണ് അങ്ങനെ ഇട്ടത്. ദെൻ അതുപോലെ ഡിബഞ്ചേഴ്സ് ഓഫ് മെർക്യൂ ഒക്കെ 10%. അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് എത്രയാണ്? 8000 ആണ് കിട്ടുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 40,000. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു കണക്ക് നമുക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രോസപ്പ് ചെയ്യേണ്ടത് ചെയ്യാത്തത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഗ്രോസപ്പ് ചെയ്യുന്നതിൻ്റെ ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ദെൻ നമുക്ക് ഒരു കണക്ക് കൂടി ചെയ്യാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ്. 1 lakh received by the assessee from his friends on the occasion of the marriage of his son. അപ്പോൾ ഈ ഒരു കണക്കിൻ്റെ പ്രത്യേകത ഇതിൽ സെക്യൂരിറ്റീസ് എന്നുള്ളതിന് പുറമെ ഇതിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഗിഫ്റ്റാണ്. ഗിഫ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം റിസീവ് ചെയ്തിട്ടുണ്ട് അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ആരാണോ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ വ്യക്തി അയാളാണ് അസസി. അപ്പോൾ അസസി 1 ലക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഹിസ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ്. ഓൺ ദി ഒക്കേഷൻ ഓഫ് ദി മാരേജ് ഓഫ് ഹിസ് സൺ. മാരേജ് വിവാഹത്തിന് ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മളെന്താണ്, അത് സാധാരണയായിട്ട് എക്സംപ്റ്റ് ആണ് വരിക. പക്ഷേ ഇവിടെ ഇത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അതെന്താണ്? ഇത് മാരേജ് ഓഫ് ഹിസ് സണ്ണാണ്. ഈ അസസിയുടെ മകൻ്റെ കല്യാണത്തിന് കിട്ടിയതാണ്. ഓക്കെ, സോ അതെന്തായാലും എക്സംപ്റ്റഡ് അല്ല, അത് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓഫ് ₹40,000 റിസീവ്ഡ് ആസ് പെർ കോർട്ട് ഡിക്രി ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്താ നമുക്കറിയാം. എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ ലാൻഡ് ഒക്കെ കമ്പൽസറി അക്വയർ ചെയ്യുന്ന ഒരു സമയം വരാം. ഗവൺമെൻറ് ഇപ്പോൾ റോഡിൻ്റെ വിപുലീകരണത്തിന് അല്ലെങ്കിൽ എയർപോർട്ട് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെയൊക്കെ ലാൻഡ് ചിലപ്പം കമ്പൽസറി അക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സമയത്ത് നഷ്ടപരിഹാരം തരാറുണ്ട് ഗവൺമെൻറ്. അതിനാണ് കോമ്പൻസേഷൻ എന്നൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ പറയാം. ചിലപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കും. സോ ദാറ്റ് ഈസ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 50%, 50% നമുക്ക് ഡിഡക്ഷൻ അലവബിളാണ്. അപ്പോൾ 10,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ് 5,000 കുറയ്ക്കാൻ പറ്റും. ബാക്കിയുള്ളതിന് ടാക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 40,000 നമുക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 20,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ അലവബിളാണ്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് മുന്നോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ 3 അൺഡിസ്ക്ലോസ്ഡ് ഇൻകം. അൺഡിസ്ക്ലോസ്ഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അത്തരം ഇൻകൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാണ് തള്ളുക? അതൊക്കെ നമ്മൾ അതർ സോഴ്സിലാണ് കാണിക്കുക. ഓക്കെ, സോ 2 ലക്ഷം അതിലൊന്നും ചെയ്യല്ല, ആ എമൗണ്ട് നമ്മൾ അതർ സോഴ്സിൽ കാണിക്കുന്നു. വിന്നിങ് ഫ്രം ലോട്ടറി 70,000 നെറ്റ്. അപ്പോൾ നമുക്ക് കയ്യിൽ സ്വീകരിച്ച പൈസയാണ് ഈ 70,000, അതാണ് നെറ്റ് എമൗണ്ട്. അപ്പോൾ അടിച്ചത് അതിലും വലിയൊരു എമൗണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. സോ ഇങ്ങനെ തന്നാൽ അതിനെ ഗ്രോസപ്പ് ചെയ്യണം. ഓക്കെ, ഈ കണക്ക് നമ്മൾ ഇതിന് മുന്നേ ഇത് ഒരുപാട് ചെയ്താണ്. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസപ്പ് ചെയ്യേണ്ടത്? ഈ നെറ്റ് എമൗണ്ട് 70,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എത്ര വരിക? 70 വരും. എങ്ങനെ 70 വരിക? 30% TDS. സോ നമുക്കെന്താണ് 70,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് TDS. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരിക. അപ്പോൾ എത്രയാണോ അതായിരിക്കും നമ്മുടെ വിന്നിങ് ഫ്രം ലോട്ടറി. ദെൻ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ സേവിങ് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും?
3500 രൂപ ഡിഡക്ഷൻ കിട്ടും. 3500 ഇൻഡിവിജ്വൽ ആണെങ്കിൽ. അല്ല, അതൊരു ജോയിൻ്റ് ആണെങ്കിൽ 7000 രൂപ വരെ അദ്ദേഹത്തിന് എന്ത് കിട്ടും? എക്സംഷന് അർഹത ഉണ്ട്. സോ ഇതൊരു വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ ഈ 4000 കിട്ടിയെന്ന് 3500 നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഇത് മുഴുവൻ ടാക്സ് ഫ്രീ അല്ല, അതിൽ ഇതാണ് ഇതിൻ്റെ ഫ്രീ. 3500 നമുക്ക് എന്താണ് എക്സെപ്ഷൻ കിട്ടും. ജോയിൻ്റ് ആണെങ്കിൽ 7000 എക്സെപ്ഷൻ കിട്ടും. ഓക്കെ. ദെൻ ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വീകരിക്കുന്ന ഫാമിലി പെൻഷൻ അത് എത്രയായാലും അതിൻ്റെ 1/3, അതായത് 1/3 ഭാഗം. ഇവിടെ 60,000 ആണെങ്കിൽ 60,000ൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ 20,000 ഉണ്ടാവും. അല്ലെങ്കിൽ 15,000, 15,000. ഇതിലേതാണോ കുറവ്, ചെറുത്, അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടിയത് 60,000 ആണ്. ഈ 60,000 നമുക്ക് എത്ര കുറയ്ക്കാം? 15,000 കുറച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മതി? ടാക്സ് ചെയ്താൽ മതി. അപ്പോൾ ഫാമിലി പെൻഷൻ, അതുപോലെ തന്നെ എന്താണ് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഇതൊക്കെ ഇവിടുത്തെ ഈ കണക്കിലെ പ്രത്യേകതകളാണ്. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുക ഒന്ന് പെട്ടെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ ഗിഫ്റ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അത് നോട്ട് എക്സംപ്റ്റ് ആണ്. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കല്യാണമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിനാണ്, അതുകൊണ്ട് എന്തല്ല, അത് എക്സംപ്റ്റഡ് അല്ല. സോ ഫുള്ളി ടാക്സബിൾ. ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ 40,000 ആയിരുന്നു. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ഉണ്ട് 50%. അപ്പോൾ 40,000ൻ്റെ പകുതി, 50% പറയുന്ന പകുതിയാണല്ലോ, അത് കുറച്ച് ബാക്കി 20,000 ടാക്സ് ചെയ്തു. ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് അതേപോലെ എഴുതി. വിന്നിങ് ഫ്രം ലോട്ടറി അതിനെ ഗ്രോസപ്പ് ചെയ്തു. ഗ്രോസപ്പ് ചെയ്തപ്പോൾ നമുക്ക് 1,00,000 കിട്ടി. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട് 4,000 ആയിരുന്നു. അതൊന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിട്ടുണ്ട്. 3,500 രൂപ കുറയ്ക്കാനുള്ള അനുമതി നമുക്കുണ്ട്. ബാക്കി 500 ടാക്സ് ചെയ്താൽ മതി. ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60,000 ആയിരുന്നു. 60,000ൻ്റെ 1/3. 1/3 എന്ന് പറഞ്ഞാൽ ഇവിടെ 20,000 ഉണ്ടാകുക. ഓക്കെ. ഓർ 15,000 വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഇവിടെ 15,000. അപ്പോൾ അത് 60,000 നിന്ന് കുറച്ച് ബാക്കി 45,000. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 4,65,500. ഓക്കെ. സോ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടൊക്കെ അപ്പോൾ അതർ സോഴ്സിൽ വരാം. നമ്മളപ്പോൾ ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ട മാത്രം പഠിച്ചു, ഗ്രോസപ്പ് ചെയ്യാവുന്നത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പഠിച്ചു, സെക്യൂരിറ്റീസായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ. ഇനി അതർ സോഴ്സിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും വരും. ഓക്കെ. സോ ഇങ്ങനെ പല കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടും അതർ സോഴ്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് കണക്കുകൾ ചെയ്തു. ഈ ഒരു കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അതർ സോഴ്സിൽ ഏതൊരു കണക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ.